പ്രീതേ, ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിയുന്നത്. രണ്ടാമത്, ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാനിലെ വളരെ ആഭ്യന്തര കലാപം, അവരുടെ തന്നെ രാജ്യത്തിനകത്തെ സംസ്ഥാനങ്ങൾ തമ്മിൽ നല്ല അടി, അതിൽ ബലൂച്ച് ആർമിയുടെ പ്രശ്നങ്ങൾ നടക്കുന്നു. അതെ, ബലൂജ് ആർമി അവരുടെ പാക് നഗരങ്ങൾ പലതും പിടിച്ചടക്കിയതായിട്ട് പറയുന്നുണ്ട്. എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം? അതായത് ബലൂച്ച് ആർമി ഇക്കഴിഞ്ഞ ദിവസവും അവരുടെ സൊറാബ് എന്ന് പറയുന്ന നഗരം പിടിച്ചെടുത്തിട്ടുണ്ട്. സൊറാബ് എന്ന് പറയുന്ന നഗരം പിടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇപ്പോൾ ഈ യുദ്ധം ഉണ്ടായതിനെ തുടർന്ന്, യുദ്ധത്തിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഫീൽഡ് മാർഷലായിട്ട് സ്ഥാനക്കയറ്റം കൊടുത്ത അസിം മുനീർ ക്വറ്റയിൽ, അവരുടെ തലസ്ഥാനമായിട്ടുള്ള ഈ അസിം മുനീറിനാണ് സ്ഥാനക്കയറ്റം കിട്ടൂല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ചെറിയ ഒരു ഇതൊക്കെ ഉണ്ടായത് അല്ലേ? അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം കിട്ടില്ല, സ്ഥാനക്കയറ്റം വേണമെന്ന് അദ്ദേഹം തന്നെ ആവശ്യപ്പെടുക, യുദ്ധത്തിൽ പരാജയപ്പെട്ടു, അദ്ദേഹത്തെ കാണുന്നില്ല എന്നൊരു വാർത്തയുണ്ട്. അദ്ദേഹത്തെ കാണുന്നില്ല എന്നുള്ള വാർത്ത ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം തന്നെ ആവശ്യപ്പെടുന്നു, എനിക്ക് ഫീൽഡ് മാർഷൽ ആവണം, പറ്റൂല എന്ന് പറയുന്നു. അതെ, അങ്ങനെ ആവുകയാണ്. കാരണം ആ സ്ഥാനം പിന്നെ മാറുന്നില്ല, ആജീവനാന്തം അദ്ദേഹം ആ സ്ഥാനത്ത്. പെൻഷനൊന്നും അതങ്ങനെ തുടരുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ അതിനെ മറികടന്നുകൊണ്ട് മറ്റാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോ ആ രീതിയിലായതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അസിം മുനീറിന് തനിക്ക് തട്ടുകേട് വരുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ ഫീൽഡ് മാർഷൽ ആക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നു. നമ്മൾ പറഞ്ഞു വന്നത് ബലൂച്ച് ലിബറേഷൻ ആർമിയാണ്. ബലൂച്ച് ലിബറേഷൻ ആർമി അവിടെ സൊറാബ് നഗരം പിടിച്ചെടുക്കുന്നു. അപ്പൊ ക്വറ്റയിലെ ഈ അസിം മുനീർ ഇന്ത്യക്കെതിരെയുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുക, അതായത് സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് സൊറാബ് നഗരം ബലൂച്ച് ലിബറേഷൻ ആർമി അവിടെ പിടിച്ചെടുക്കുന്നത്. അതായത് ഒരു പാക് പട്ടാള മേധാവി സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ ആ ഭാഗം ബലൂച്ച് ലിബറേഷൻ ആർമി പിടിച്ചെടുക്കുന്നു എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എവിടെ പോയി പാക് ആർമി, അവിടെ എന്താണ് സംഭവിക്കുന്നത്? അതായത് ബലൂച്ച് ലിബറേഷൻ ആർമി നമ്മളോട് പറയുന്നത്, ഇന്ത്യയോട് പറയുന്നത് ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ അതിനൊന്നും ഒരക്ഷരവും മിണ്ടിയിട്ടില്ല. നിങ്ങളുടെ സഹായം വേണമെന്നോ വേണ്ട എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അത്തരത്തിലുള്ള രീതിയിലാണ് ഇപ്പോൾ ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ചേട്ടൻ പറയുന്നത് പോലെ തന്നെ നമ്മളാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചു എന്നുള്ള ഒരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല. എല്ലാവരും പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ തുടരുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് തന്നെയാണ് അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാക് POKയിൽ അവിടെ ബോർഡറിലേക്ക് പാക്കിൻ്റെ ആർമി ഏറെ എത്തുന്നുണ്ട്. കാരണം നമ്മൾ അവിടെ മോക്ക് ഡ്രില്ലും പല അതിർത്തികളിലുമൊക്കെ മോക്ക് ഡ്രിൽ ഇന്ന് സംഘടിപ്പിക്കുമെന്ന് പറയും, ചിലപ്പോൾ അന്ന് സംഘടിപ്പിക്കൂല, പിറ്റേ ദിവസമായിരിക്കും, അത് കഴിഞ്ഞിട്ട് പല ദിവസമായിരിക്കും സംഘടിപ്പിക്കുന്നത്. അതെ, സംഘടിപ്പിക്കാനും സംഘടിപ്പിക്കാതിരിക്കാനുമുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധ എന്ന് പറയുന്നത്, പാക് ആർമിയുടെ ശ്രദ്ധ എന്ന് പറയുന്നത് അവിടെ ഉള്ളിലുള്ള വിഷയങ്ങൾക്കല്ല, പുറമേയുള്ള ഇത്തരത്തിലുള്ള ഔട്ട്സൈഡുള്ള വിഷയങ്ങളിലേക്കാണ് പാക് ആർമീനെ ശ്രദ്ധ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബലൂച്ച് മേഖലയിലും സിന്ധ് പ്രവിശ്യയിലുമൊന്നും പാക് ആർമി ഇല്ല. അവിടെയാണ് ഈ ബലൂച്ച് ലിബറേഷൻ ആർമി പിടിച്ചെടുക്കുന്നത്. പല നഗരങ്ങൾ പിടിച്ചെടുക്കുന്നു എന്ന് പറയുന്നത് അത്തരത്തിൽ ആർമി ഇല്ലാത്ത സ്ഥലങ്ങളാണ്. പാക് ആർമീനെ ഇറാൻ ബോർഡർ, അഫ്ഗാൻ ബോർഡർ, പിന്നെ POK ആ അതിർത്തിയിലെല്ലാം അവർ 80% നിലനിർത്തിയിരിക്കുകയാണ്. ശ്രദ്ധ മുഴുവൻ ഇവിടത്തേക്കാണ്. ആ സമയത്ത് അവിടെ ഈ പറയുന്ന രീതിയിൽ ബലൂച്ച് ആർമി ഇത്തരത്തിൽ അതായത് അവർ ആ ഭാഗങ്ങൾ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഇന്ത്യ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല ഞങ്ങൾ നിങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് ബലൂച്ച് ആർമിയോട് പറഞ്ഞിട്ടില്ല. എന്നാൽ അതിർത്തിയിൽ നമ്മൾ ഇത്തരത്തിലുള്ള മോക്ക് ഡ്രിൽസും കാര്യങ്ങളും എല്ലാം നടത്തുകയും ഓപ്പറേഷൻ സിന്ദൂർ തുടരുമെന്നൊക്കെ പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഏതാണ്ട് ഒരു 2-3 മാസത്തോളം ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചു എന്നൊരു വാക്ക് പറയാനുള്ള
സാധ്യത ഇല്ല. അതൊരു ട്രിക്കാണ്. ചേട്ടൻ അത് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ എന്തായാലും പാകിസ്ഥാന്റെ അവരുടെ ആർമിയുടെ എല്ലാ ശ്രദ്ധയും ഇതിലേക്ക് പോകും. അകത്തുള്ള കാര്യങ്ങൾ നോക്കാൻ സമയം കിട്ടും. അകത്ത് നടക്കും. ബലൂച്ച് ആർമി ഈ നഗരങ്ങളെല്ലാം പിടിച്ചെടുക്കും. സമയം കിട്ടത്തില്ല, മറ്റവർക്ക് ഇതിന് സമയം കിട്ടില്ല. പക്ഷെ ആർമി എന്ന് പറയുമ്പോഴും നമുക്ക് അവരെ അത്രത്തോളം പറയാൻ പറ്റില്ല. നമ്മുടെ ആർമിക്ക് മുമ്പിൽ പാകിസ്ഥാൻ ആർമി ചെറുതാണെങ്കിലും അവിടേക്ക് ഈ സമയത്ത് പാക് ആർമി ചെല്ലുകയാണെങ്കിൽ, ബലൂച്ച് ഇവർ പിടിച്ചെടുക്കുന്ന മേഖലയിലേക്ക്, സിന്ധ് മേഖലയിലേക്കൊക്കെ ചെല്ലുകയാണെങ്കിൽ സത്യത്തിൽ അവിടെ നടത്താൻ പോകുന്നത് ഒരു നരനായാട്ടായിരിക്കും. കൊല്ലും. കാരണം ഇവരോട് എതിർത്ത് നിൽക്കുന്നവരാണ് ബലൂച്ച് ആർമി എന്ന് പറയുന്നത്. ആ ബലൂച്ച് ആർമിയാണ് ഇതെല്ലാം പിടിച്ചെടുക്കുന്നത്. അവിടെ ഉണ്ടായിരിക്കുന്ന അവർ തന്നെ ഉണ്ടാക്കിയ ഒരു ആർമിയാണ്. അതെ, അതായത് ഇവരുടെ ദേശത്തിന്റെ ആർമിയാണ് മറ്റത്. അതെ, അത് ഇവരുടെ നിലപാടുകളോട് എതിർത്തുകൊണ്ടാണ്, ഇത്തരത്തിലുള്ള നിലപാടുകളോട് എതിർത്തുകൊണ്ടാണ്. അപ്പോ ഈ ബലൂച്ച് ആർമിയെ നമുക്ക് എന്താ പറയാ, ബലൂച്ച് ആർമി എന്ന് പറയുന്നത് വളരെ അത് ഇന്ത്യക്ക് ഒരു ടൂളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ്. കാരണം അവർ വഴി ബലൂജിലും ഒക്കെ ആയിട്ട് അവർ വഴി എപ്പോ വേണമെങ്കിലും പാകിസ്ഥാനെ നമുക്ക് ഡീസ്റ്റേബിലൈസ് ചെയ്യാൻ കഴിയുന്ന ടൂളാണ്. അവരെ വെച്ച് അവരെ പാകിസ്ഥാനെ ഡീസ്റ്റേബിലൈസ് ചെയ്യാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ അവരെ തീർക്കരുത് എന്നുള്ളത് ഇന്ത്യയുടെ ഒരു ആവശ്യവും കൂടിയായി മാറുന്നുണ്ട്. അപ്പോൾ അത് വേൾഡ് വൈഡ് ഇന്ത്യയുടെ ഒരു സ്റ്റാൻഡാണ്. അപ്പോൾ ഇറാൻ നേരത്തെ ഇവർക്ക് ആയുധം ബലൂച്ചിന് കൊടുത്തിട്ടുണ്ടാകാം, ഈ അഫ്ഗാൻ വഴിയും ഒക്കെ കൊടുക്കുന്നുണ്ടാകാം. ആരവർക്ക് ഇത് കൊടുക്കുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വിഷയമേ അല്ല. അപ്പോൾ ബലൂച്ച് ആർമിക്ക് ഈ പറയുന്ന പാകിസ്ഥാന് ഇങ്ങനെ പോവുകയാണെങ്കിൽ, ഇന്ത്യയുടെ നിലപാട് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു 2-3 മാസം കൊണ്ട് പാകിസ്ഥാനെ കീഴ്പ്പെടുത്താനായിട്ട് കഴിയുമെന്നുള്ളതാണ് ഈ പറയുന്ന വിദേശകാര്യ വിദഗ്ധരൊക്കെ മനസ്സിലാക്കിയെടുക്കുന്ന കാര്യം. അപ്പോൾ ബലൂച്ച് മേഖല ഏറ്റവും അധികം മിനറൽസ് ഉള്ളത് ബലൂച്ച് മേഖലയിലാണ്. അവിടെ ഏറ്റവും അധികം മിനറൽസ് ഉള്ളത് ബലൂച്ച് മേഖലയിലാണ്. അപ്പോൾ അതെ, അപ്പോൾ ചൈന, അമേരിക്ക, ഇറാൻ, ഇന്ത്യ ഈ രാജ്യങ്ങൾക്കെല്ലാം തന്നെ അതുകൊണ്ട് തന്നെ ബലൂചിസ്ഥാൻ വരുന്നതിനോട് താല്പര്യമായിരിക്കും. അപ്പം നേരത്തെ ഈ മിനറൽസുമായി ബന്ധപ്പെട്ട് ചൈനയുമായിട്ടുള്ള ചില ധാരണകളൊക്കെ പാകിസ്ഥാൻ നടത്തിയെങ്കിലും ഇപ്പോൾ പാകിസ്ഥാനോട് ചൈനയ്ക്ക് വലിയ മതിപ്പ് പോരാ. അതിന് പല തരത്തിലുള്ള കാരണങ്ങളുണ്ട്. ചൂഷണം ചെയ്യുന്നത് ചൈനയ്ക്ക് താല്പര്യം പോരാ പാകിസ്ഥാനോട്. ചൈനയ്ക്ക് പാകിസ്ഥാനോട് ഒരു താല്പര്യക്കുറവ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ലാഭം കാണുക മാത്രമല്ല, അത് മറ്റൊരു സ്റ്റോറിയാണ്. അപ്പൊ അതിലേക്ക് പോയാൽ വേറെ വിഷയങ്ങളും കൂടി വരും. അപ്പൊ എന്തായാലും ഈ രാജ്യം ഈ 2-3 മാസം എന്ന് പറഞ്ഞല്ലോ, ഈ 2-3 മാസം കൊണ്ട് ഒരു രാജ്യം ഇപ്പൊ സ്വതന്ത്രമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ബലൂചിസ്ഥാൻ. പക്ഷെ ഒരു രാജ്യമായിട്ട് ഫോം ചെയ്യണമെങ്കിൽ അതിൻ്റെതായ കാര്യങ്ങൾ കൂടി വരേണ്ടതുണ്ട്. ആ കാര്യങ്ങളിലേക്കൊക്കെ ബലൂചിസ്ഥാന് പോകാൻ കഴിയുമെന്നാണ് ഇന്ത്യ കരുതുന്നത്. അങ്ങനെയുള്ള മേൽ പറഞ്ഞിട്ടുള്ള രാജ്യങ്ങളെല്ലാവരും തന്നെ, ഇന്ത്യ, അമേരിക്ക, ചൈന, ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ബലൂചിസ്ഥാനെ രാജ്യമായി അംഗീകരിക്കുക കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ പാക് ആർമിക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയാൻ പറ്റാത്ത അവസ്ഥയാവും. ബലൂച്ച് എന്ന് പറയുന്ന പ്രവിശ്യയിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാം. പക്ഷെ ബലൂച്ച് എന്ന് പറയുന്ന രാഷ്ട്രത്തോട് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. UN-ന്റെ അംഗീകാരം, ഏതെങ്കിലും ഒരു രാജ്യമെങ്കിലും ഇവരെ സ്വതന്ത്രമായ എന്ന് അംഗീകരിക്കണം. അങ്ങനെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ UN-ന്റെ അംഗീകാരം ഒക്കെ വരുമ്പോഴാണ്, അങ്ങനെയുള്ള കടമകൾ കൂടി കടന്നു വരുമ്പോഴാണ് ഒരു രാഷ്ട്രം രൂപീകൃതമാവുന്നത്. അപ്പോൾ ആ കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് 2-3 മാസം സത്യത്തിൽ ഇന്ത്യ കണ്ണടച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുക. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ പാക് ആർമിയോട് ഏറ്റുമുട്ടി നിൽക്കാനുള്ള കരുത്ത് ബലൂച്ച് ആർമിക്ക് ഇല്ല. അപ്പോൾ ഈ ഒരു വിഷയം മുതലെടുത്തുകൊണ്ട് ഒരുപക്ഷെ ഇന്ത്യ, ഇപ്പൊ പലരും പറയുന്നത് ഇന്ത്യയുടെ ഒരു പ്രോക്സിയാണ് ബലൂച്ച് ആർമി എന്നൊക്കെ പറയുന്നുണ്ട്, ബലൂച്ച് എന്ന് പറയുന്നുണ്ട്. അതിലേക്കൊക്കെ എത്രത്തോളം സത്യമുണ്ട് എന്ന് അറിയില്ല. പക്ഷെ ഇത്തരത്തിലുള്ള ചില നീക്കുപോക്കുകൾ അവിടെ ഇന്ത്യ നടത്തുന്നുണ്ട്. ആ ഒരു 3
3 മാസം കഴിയാണ്ട് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് അവസാനിച്ചു എന്നൊരു വാക്ക് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയില്ല. ആ 3 മാസം ബലൂച്ച് ആർമിക്ക് രാഷ്ട്രം ഉണ്ടാക്കിയെടുക്കാൻ നിർണായകവുമാണ്. അതുകൊണ്ടാണ് അസീം മുനീർ അവിടെ പ്രസംഗിക്കുമ്പോഴാണ് ക്വറ്റയിൽ കൊച്ചി ഉൾപ്പെടുന്ന പ്രദേശമാണ് ഇവര് പിടിച്ചെടുത്തതെന്നാണ് അറിയുന്നത്, പ്രവിശ്യ പിടിച്ചെടുത്തെന്നാണ് അറിയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള നീക്കം നടത്തുന്നത് ഇന്ത്യയുടെ കൂടെ സപ്പോർട്ട് ഉണ്ടാവും. ഒരു പക്ഷേ ചൈനയുടെ ഉണ്ടാവും. ചൈനയ്ക്കും നിക്ഷേപം, ധാതു നിക്ഷേപം ഉണ്ടല്ലോ, മിനറൽസ് അവിടെ ഉണ്ട്, ലാഭക്കണ്ടാണ്. അപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ഒരു ടൈപ്പിലേക്ക് ചൈന വരികയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇനി അതായത് ഇന്ത്യയുടെ GDP ഒക്കെ ഉയർന്നു, ഇന്ത്യയെ തള്ളിക്കളയാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. ഇനി പാകിസ്ഥാനൊപ്പം നിന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ വിഷയമാകും എന്നുള്ള ഒരു തിരിച്ചറിവും ചൈനയ്ക്കുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു അനുനയമാണ് വരിക. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലേക്ക് അധികം ഇനി അവരുടെ ആയുധങ്ങൾ കൊടുക്കാനോ ഫണ്ട് ചെയ്യാനോ ഉള്ള ഒരു നീക്കമൊന്നും ചൈന നടത്തുമെന്നും തോന്നുന്നില്ല. അപ്പോൾ ജിയോ പൊളിറ്റിക്കലി അതിന് മറ്റു പല കാരണങ്ങളുമുണ്ട്. എന്തായാലും ബലൂച്ച് എന്ന് പറയുന്ന രാജ്യം, ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം എന്താ പറയുക, ഫോം ചെയ്യാനായിട്ട് ഈ രാജ്യങ്ങളുടെ പക്കൽ നിന്നുള്ള ഇത്തരത്തിലുള്ള സഹായങ്ങളും അവിടെ നടക്കുന്നുണ്ട്.